ഹലോ, ഒരിക്കൽ കൂടെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് അവിടെ ഉള്ള കുറച്ച് പരിപാടികൾ കാര്യങ്ങളാണ്. ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ കാണാം, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്നും എടുക്കുന്ന നമ്മൾ ജെട്ടി ആ ഒരു പ്രദേശമാണ്. നമ്മൾ ഏത് വീഡിയോസിനെയും തുടക്കത്തിൽ ഇവിടെ നമ്മൾ കാണിക്കൽ. അപ്പം കാര്യങ്ങൾക്ക് കിടക്കാം. ഇതവിടെ ഒരു രാത്രിയാണ്. ലക്ഷദ്വീപ് ചിത്രദ്വീപിലെ രാത്രി കാഴ്ചകൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പം കാണുന്നത് ഒരു സമയം ഒരു 8:30 എന്നുള്ള ടൈം, 8:30 സമയമാണ്. നമ്മൾ ഇന്ന് കാണിക്കുന്നത് അടിപൊളി സംഭവമാണ്. നിങ്ങൾ കാണൽ നിർബന്ധമാണ്. നമ്മളങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ മുമ്പിൽ ആ ലക്ഷദ്വീപിൽ ചിത്രത്തിലുള്ള ഷാഫിക്ക മുപ്പരെ വീട്ടിലൊരു മോളും ഉണ്ട്. അപ്പം നമ്മൾ അവരെ കൂടെയാണ്. മുൻപിലൊരു ഇത്ര ആളുകളെ നോക്കിയേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ 8-8:30 സമയം. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾക്ക് വേണ്ടി, നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ചു തരാണ്. ഏകദേശം വേവാവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പൊട്ടിക്കാണ്. ചെമ്പട്ടി പൊട്ടിച്ചിട്ട് കറിയൊക്കെ, ബീഫ് കറി അതുകൊണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ പശു, എരുമ, പോത്ത് ഈ സംഭവത്തിനൊന്നും ലക്ഷദ്വീപിൽ അറുക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ്, വിലക്കാണ് അവിടെ ഉള്ളത്. ലക്ഷദ്വീപിൽ ഇത് വിലക്കാണ്. അപ്പം കേരളത്തിൽ നിന്ന് അറുത്തതിന് ശേഷം നമ്മൾ ഗൾഫ് രാജ്യങ്ങൾക്ക് കൊണ്ടുപോകാറില്ലേ, അതുപോലെയാണ് ഇവിടേക്ക് ബീഫ് എത്തുന്നത്. ആട്, കോഴി ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമുക്ക് അറുക്കാൻ പറ്റും. പക്ഷെ ബീഫ് എന്നുള്ള സംഭവം അവിടെ ഞാൻ പറഞ്ഞല്ലോ നിരോധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. വളരെ സങ്കടകരമായൊരു കാഴ്ച തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം എന്നാണ്, പക്ഷേ അവിടെ ബീഫിനെ, അതായത് ബീഫ് പശുവിനൊന്നും അറുക്കാൻ പാടില്ല. അപ്പം അതൊക്കെ സങ്കടകരമായ ഒരു വാർത്തയാണ്. നമ്മളവിടെ ഇങ്ങനെ സംസാരിച്ച് അവിടുന്ന് പോരുകയാണ്. ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞു പാട്ട് കേൾക്കാം. ആരിഫ് ക നല്ലൊരു സുഹൃത്താണ് ലക്ഷദ്വീപിൽ. അങ്ങനെ മൂപ്പര് സലാം പറഞ്ഞു പോയി. നെക്സ്റ്റ് ആൾ വരും, അടുത്ത ആൾ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണ്ട്, വീഡിയോയിൽ പോസ്റ്റ് ചെയ്യണ്ട്. അങ്ങനെ അടുത്ത ആൾ വന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടും കൂടെ നമുക്ക് കുറച്ച് കേൾക്കാം. അതായത് ആരും വീഡിയോ സ്കിപ്പ് ആക്കരുത്, നല്ല പാട്ടാണ്. കുറച്ച് ടൈം നമുക്ക് അതും കേൾക്കാം. ഓക്കെ. അപ്പം ആ പരിപാടി വീക്ഷിക്കുന്ന സദസ്സാണിത്. ഈ ഒരു മുതിർന്ന ആളുകൾ, നമ്മളെക്കാൾ എന്നുദ്ദേശിച്ചത് നമ്മളെ നാട്ടിൽ ഏകദേശം 15 മുതൽ ഒരു 25, ഏറിയാൽ 30 വയസ്സ് വരെയുള്ള ആളുകൾ മാത്രമേ പാടുകയുള്ളൂ പൊതുവെ. പക്ഷേ ഇവിടെ നോക്കി നിങ്ങൾ, കരനെ സ്നേഹിക്കുന്ന മനുഷ്യരാണ് ലക്ഷദ്വീപ് ചിത്രത്തിലുള്ളത്. ഇദ്ദേഹം കൽപ്പേനി ദ്വീപിലുള്ള ഒരു പാട്ടുകാരനാണ്. ഇദ്ദേഹത്തിന് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹവും പാട്ടുപാടി നല്ല നല്ല മനോഹരമായ ഗാനങ്ങളായിരുന്നു എനിക്ക് അവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. അവരെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നല്ല പരിപാടി ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കാണണമെങ്കിൽ ഇപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ശരിക്കും കാണണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളെ കമൻറ്റാണ് നമ്മളെ വിജയം.
അദ്ദേഹത്തിന് ശേഷം എന്തു പറയാ, നല്ലൊരു ഗാനുണ്ട്. അതായത് ഒരു അഗത്തി ദ്വീപിലുള്ള ഒരു സ്നേഹിതം പാടിയ ഒരു പാട്ടാണ് ഇതിന് ശേഷമുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ പാട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പാട്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയേ. ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല, ലാഗും ആക്കുന്നില്ല. നിങ്ങൾ ശരിക്കും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടെല്ലാം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് നമ്മളെ പരിപാടികളാണുള്ളത്. അങ്ങനെ ബുർദ മജ്ലിസാണ്. അങ്ങനെ അവിടെയുള്ള ഒരു ഉസ്താദ് പാട്ടൊക്കെ നല്ല ബൈത്തുകളൊക്കെ ചൊല്ലി കൂടെ നമ്മളും സെറ്റാക്കി. ഇടയ്ക്ക് നമ്മൾ പാട്ടൊക്കെ പാടി. ആ പാട്ടൊന്നും നമ്മൾ നീണ്ടതിൽ പോസ്റ്റ് ആക്കുന്നില്ല, നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം നമ്മുടെ മൊബൈലായിരുന്നു ലിറിക്സ് കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടെയുള്ള ഒരു വേദിയാണ്. ചെറിയ കുഞ്ഞു മക്കൾ സ്റ്റേജിൻ്റെ മുൻപിലുള്ളത് നല്ല രസമാണ്. അങ്ങനെ നല്ല ഈണത്തിൽ ബൈത്തുകളൊക്കെ ചൊല്ലി അവിടുന്ന് ഞങ്ങളെ മൗത്തിന്റെ നേരത്തൊന്ന് വരണേ റസൂലല്ലാഹ്. അവിടുന്ന് ഞങ്ങളെ ഖബറിലേക്ക് വെക്കുന്ന വരണേ യാ റസൂലല്ലാഹ്. മുൻകറന്ന മലക്കിനെ കീറുന്ന മലക്ക് വരുമ്പോ അവിടുന്ന് വന്നൊന്ന് പുഞ്ചിരിക്കണേ യാ റസൂലല്ലാഹ്. അങ്ങനെ അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇന്ന് നമ്മളെന്താ ചെയ്യാം, ഇത്ര ആത്മാർത്ഥമുള്ള പ്രോഗ്രാം ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വോയിസ് ഒന്നും അവിടെ നമ്മൾ ആഡാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ലക്ഷദ്വീപിലെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അതായത് യൂട്യൂബിൽ പുതുക്കക്കാരനായതുകൊണ്ട് ലിമിറ്റുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.